ഹലോ ഡിയേഴ്സ്, നിങ്ങളെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്ലസ് ടു സെ റീവാലുവേഷൻ അതിന്റെ റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു വീഡിയോ പ്ലസ് ടു സെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു ഫോട്ടോ കോപ്പി ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, എന്താണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളത്. അതറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് പേര് വോട്ട് ചെയ്തത് ഫോട്ടോ കോപ്പി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എന്നാലോ ഒരുപാട് പേര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ കോപ്പി ഇപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ സേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് നമുക്ക് സേ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അതിനകത്ത് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പം നിങ്ങളിപ്പോൾ 2025 ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ഫെയിൽ ആയിട്ട് ഇനിയിപ്പോൾ 2026 അതിനകത്ത് എഴുതുവാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് റീവാലുവേഷനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. അപ്പം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ അതിനകത്ത് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾ അതിന്റെ ലിങ്ക്, അല്ലെങ്കിൽ സേ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഡയറക്ട്ലി നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പം പെട്ടെന്ന് തന്നെ അത് വീഡിയോ കാണാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാം എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അത് ലഭിച്ചിട്ടുണ്ട്, എന്നാലും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഫോട്ടോ കോപ്പി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ റീവാലുവേഷൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങളിപ്പം ഫോട്ടോ കോപ്പി ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് സമയമെടുക്കാം. കാരണം ഫോട്ടോ കോപ്പി നിങ്ങളിപ്പം ചെക്ക് ചെയ്തു, അതിനകത്ത് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പീൽ ചെയ്തു, അത് അവിടെ എത്തി, അവർ വെരിഫൈ ചെയ്തു, അതിനകത്ത് മാർക്ക് കൂടാനുണ്ടെങ്കിൽ അതിനകത്ത് വാല്യുവേഷൻ നടത്തി, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി സമയം അതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് കൂടാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സമയനഷ്ടം അവിടെ അത് സമയം ഒരുപാട് വെറുതെ ആയി പോയി എന്നുള്ളതാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് മാർക്ക് കൂടാനില്ലെങ്കിൽ 2026 എക്സാമിന്റെ കൂടെയാണ് എഴുതുവാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഫോട്ടോ കോപ്പിക്കോ റീവാലുവേഷനോ ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുവാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. സപ്പോസ് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായി, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടി എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതുവരെയുള്ള സമയത്തിന് വേണ്ടി യാതൊരു പേയ്മെന്റും നിങ്ങൾ അടക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകുവാനുള്ള ഒരു അവസരമാണ് ഇപ്പം നമ്മൾ നൽകുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അതായത് ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയുടെ റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായി എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേയ്മെന്റും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് അതുവരെയുള്ള സമയത്തേക്ക് യാതൊരു പേയ്മെന്റും നിങ്ങൾക്ക് അടക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഓഫറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 ആണ് കേട്ടോ, 70 70 45. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് അത് എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്റർ നിങ്ങൾ ഡെമോ വേണം എന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനകത്ത് വെച്ച് തരും. അപ്പൊ ആ രീതിയിൽ അത്രയും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഈ റിസൾട്ടുകൾ നമുക്ക് കിട്ടിയതും. പ്ലസ് ടു കെമിസ്ട്രിയിൽ 6 മാർക്കുമായിട്ട് ഫെയിൽ ആയിട്ട് വന്നിട്ട് കണ്ടോ, സേ എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത്. കുറഞ്ഞ ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട് 32 മാർക്കിലോട്ട്. ഒരുപാട് കേസുകൾ നോക്കൂ, 5ൽ നിന്ന് 24, 6ൽ നിന്ന് 27, 9ൽ നിന്ന് 31, 10ൽ നിന്ന് 28. ഇവർക്ക് പ്ലസ് ടു ഫിസിക്സിൽ 5 7 കണ്ടാണ്. ഇത് മുൻ വർഷത്തിന്റെ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷത്തെ റിസൾട്ടാണ്. അപ്പൊ ഇത് കണ്ടിട്ടാണ് നേരത്തെ വന്നവരൊക്കെ വന്നത്. അപ്പൊ 5 7 ഒറ്റയടിക്ക് കണ്ടോ 28ലോട്ട്, അതും ഫിസിക്സ് പോലുള്ള ഒരു സബ്ജക്റ്റിൽ. ദെൻ 14 32, 17 30. അങ്ങനെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് മനസ്സിലാക്കി വളരെ സിമ്പിളാക്കി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ക്ലാസ് അടിപൊളിയാണ്, ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ആകാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആണ്, അല്ലാണ്ട് കുറെ റെക്കോർഡഡ് ക്ലാസ്സും കുറെ ബാച്ചും അങ്ങനെയല്ല. ലൈവ് ആയിട്ടുള്ള സെഷൻസിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് തന്നെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. സോ അതാണ് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ റീവാലുവേഷന്റെ അപ്ഡേറ്റിലോട്ട് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് റീവാലുവേഷൻ 25 ഓഗസ്റ്റ് 25 അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള, ഒന്നെങ്കിൽ 25-ന് വരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നമുക്കതിനകത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതിനകത്ത് അറിയാൻ സാധിച്ചത്. അപ്പം ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് ഓഗസ്റ്റ് 15 ഒക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിനകത്ത് ചില കാരണങ്ങളാൽ അത് വീണ്ടും നീണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് 25 ഒക്കെ ആകാം. ചിലപ്പം 25 കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പം ആ രീതിയിലാണ്. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ അതിനകത്ത് അറിയിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.